ഹലോ, ഞാൻ ലിബിൻലി. അപ്പോൾ ഇന്നിപ്പോൾ കൂലി സിനിമ റിലീസാവാണ്. ആ പടത്തിൻ്റെ ടിക്കറ്റ് വന്നപ്പോൾ തുടങ്ങി എനിക്ക് എന്തോ വനിതയിലെ ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. കാരണം അപ്പോഴേക്കും ഫില്ലായി കഴിഞ്ഞ് ആകെ പിന്നെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അതൊരു വിഷമത്തിലായിരുന്നു. എന്തായാലും ഇന്ന് വനിതയിൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ പറയാം, ഇന്നിപ്പോൾ ഞാൻ കാർണിവൽ തിയേറ്റർ, അതായത് കാർണിവലല്ല, മൈ സിനിമാസ്. കാർണിവൽ പണ്ടത്തെ പേരായിരുന്നു, ഇപ്പോൾ മൈ സിനിമാസ്. അപ്പോൾ അവർ സ്ക്രീൻ 3 മറ്റോണം പുതുക്കി പണിത് അറ്റ്മോസ് സംഭവങ്ങളൊക്കെ ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാത്തിരിക്കായിരുന്നു. കാരണം ഇന്ന് വരുമെന്ന് വിചാരിച്ചില്ല. കാരണം ഇത്രയും നാൾ അതിൻ്റെ ഒരു അപ്ഡേറ്റും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം നോക്കിയപ്പോൾ ഇതേ കാർണിവൽ സ്ക്രീൻ 3 4K വിത്ത് അറ്റ്മോസ് സൗണ്ടിൽ കാണാണ്. അപ്പോൾ എന്തായാലും തിയേറ്റർ തുടങ്ങിയല്ലോ, ഒന്ന് പോയി കാണണമെന്ന് വിചാരിച്ച് പോയതാണ്. ഇന്ന് തിയേറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ യാദൃശ്ചികമായിട്ട് അവിടെ ട്രെയിലർ ഇട്ട് ലോഞ്ച് ചെയ്യണം. അതായത് കൃത്യം ഇന്ന് 8 മണിക്ക് രാത്രി, ഇന്നലെ രാത്രി 8 മണിക്ക് അവിടെ ട്രെയിലർ ഇട്ട് ലോഞ്ച് ചെയ്യണം. ഫസ്റ്റ് ട്രെയിലർ തന്നെ കണ്ടത് കൂലിയിലാണ്. അത് കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചു അവിടെ തന്നെ സിനിമ കാണുള്ളൂ, അവിടെ തന്നെ പടം കാണുള്ളൂ. ഞാൻ 10 മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാരണം 10 മണിക്ക് അത്ര സീറ്റ് ഉണ്ടായുള്ളൂ. അപ്പോൾ 10 മണിക്ക് ബുക്ക് ചെയ്തപ്പോഴും നമുക്കൊരു വിഷമമുണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മിസ്സായി. ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ പടങ്ങളും, 2-3 കൊല്ലമായിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ പടങ്ങളും ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയാണ് കാണാറ്. അത് സ്ഥിരം കാണുന്നത് വനിതയിലാണ്. പക്ഷേ വനിതയിൽ ഇപ്പോൾ എന്തോ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല, അതാണ് വിഷയം. അതാണ് ഞാൻ കാർണിവലിൽ എടുത്തത് തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ, കാരണം ഇന്നലെ വൈകുന്നേരമാണ് മറ്റേ റിക്ലൈനർ സീറ്റ് സെറ്റ് ചെയ്തത്. കാരണം തിയേറ്ററിൻ്റെ ഏറ്റവും ബാക്കിൽ റിക്ലൈനർ സീറ്റ് ഉണ്ട്, അത് സെറ്റ് ചെയ്ത് ഇന്നലെ ഏറ്റവും രാത്രിയാണ്. അപ്പോൾ ഇന്നലെ തന്നെ നോക്കിയപ്പോൾ സെറ്റ് ചെയ്ത വഴി തന്നെ ബുക്ക് മൈ ഷോയിൽ ആ സീറ്റിൻ്റെ അവൈലബിലിറ്റി കാട്ടാം. അത് പിറകിൽ, ഏറ്റവും പിറകിൽ സംഭവം. നമ്മുടെ ഇഷ്ട സീറ്റ് എന്ന് പറഞ്ഞാലും തിയേറ്ററിൻ്റെ ഏറ്റവും പിറകിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൻ്റെ ഏറ്റവും പിറകിൽ സെൻറ്ററായിട്ടൊരു സീറ്റ് പിടിച്ചു. റിക്ലൈനർ സീറ്റ് അവിടെ 350 രൂപ. ബുക്ക് മൈ ഷോയിലെ റേറ്റൊക്കെ കൂട്ടി പോകുമ്പോൾ ഒരു 401 രൂപ വരുന്നുണ്ട്. അപ്പോൾ 401 രൂപ മുടക്കി കൂലി അവിടെ കാണും. കാരണം കൂലി അവിടെ കാണാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ട്രെയിലർ കാട്ടിയപ്പോൾ ആ തിയേറ്ററിലെ സൗണ്ട് കിട്ടില്ല. കാരണം ഏതൊരു തിയേറ്ററും പുതിയതായിട്ട് തുടങ്ങുമ്പോൾ നല്ല കിടിലൻ സൗണ്ട് ആയിരിക്കും. ആ സൗണ്ട് എനിക്കൊന്നും അവിടെ നിന്ന് കിട്ടി. കാരണം പ്രകമ്പനമായിരുന്നു അവിടെ ആ തിയേറ്ററിൽ സൗണ്ട് കേൾക്കുമ്പോഴും പാട്ട് വരുമ്പോഴൊക്കെ. അത് കഴിഞ്ഞ് എന്താ പറയുക, ഇപ്പോൾ സീറ്റിലൊക്കെ വൈബ്രേഷനൊക്കെ അടിച്ച് നല്ലൊരു എഫക്റ്റ് എന്തായാലും തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ ബുക്ക് ചെയ്തത്. കാരണം അത് കണ്ടില്ലെങ്കിൽ എനിക്ക് ഒരു നഷ്ടബോധം തോന്നും. കാരണം അങ്കമാലിക്കാരനായിട്ട് അങ്കമാലിയിലൊരു തിയേറ്റർ ഇത്രയും അടിപൊളിയായിട്ട് വന്നിട്ട് അവിടെ പടം കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അതൊരു കുറ്റബോധമാവും. അത് കാരണം മാത്രമാണ് ഞാൻ അവിടെ ടിക്കറ്റ് എടുത്തത്. എന്തായാലും വനിതയിൽ ഇപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും കാണാം. കാരണം വനിതയായിരുന്നു നമ്മുടെ സ്ഥിരം തട്ടകം. എന്തായാലും അവിടെ നിന്ന് മാറ്റി പിടിച്ചു. ഇത്തവണത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അങ്കമാലി കാർണിവലിൽ. അപ്പോൾ എല്ലാവരും കാർണിവലിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം ഇപ്പോൾ തുടക്കം തന്നെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു നല്ലൊരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും. ആ തിയേറ്ററിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ കാണാൻ പറ്റുന്നവർക്ക് കാണും. എന്തായാലും പടം നല്ല കിടിലൻ പടമായിരിക്കും. അതേപോലെ തന്നെ അതിലെ സ്റ്റണ്ടും ആക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ കിടിലനായിരിക്കും. അതിലൊന്നും ഒരു സംശയമില്ല. ഞാൻ സൗബിൻ ഡാൻസ് ചെയ്യണ പാട്ട് അതിന് വേണ്ടിയൊക്കെ തന്നെയാണ് കൂലി വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ അതിലെന്തൊക്കെ ചെയ്യും, എന്തൊക്കെ കാത്തിരിക്കാമെന്നൊക്കെ ദൈവത്തിനും അത് പിടിച്ച ആൾക്കാർക്കും അറിയാം. എന്തായാലും പടം നാളെ കിടിലനാവും. എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അങ്കമാലി കാർണിവലിൽ കാണുന്നു. പുതിയ തിയേറ്റർ, പുതിയ ഷോ, പുതിയ സീറ്റ്, എല്ലാത്തിനും പുതിയ അതായത് പുതിയ ഞാനായിട്ട് കാണുന്നു. ശരി.